അങ്കമാലി വരെ വന്നേക്കുകയാണ്. ഈസ്റ്റർ അടിച്ചിട്ട് ഇമർത്ത് പൊളിക്കണം. ഇതിൽ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റും. മകളിക്ക് ഞങ്ങളുടെ സ്ഥിരം പരിപാടിയായി വരുന്നുണ്ട്. പോർക്കെടുക്കാൻ വേണ്ടി പോണേണ്. പിള്ളേരെ, നമ്മിപ്പോ അങ്കമാലിയില് ഞങ്ങളുടെ എറണാകുളത്ത് കിട്ടാത്തതോടെ ഞങ്ങൾ ഫ്രഷ് മീറ്റ് തപ്പി അങ്കമാലി വരെ വന്നേക്കുകയാണ്. ഈസ്റ്റർ അടിച്ചിട്ട് ഇമർത്ത് പൊളിക്കണം. ഈസ്റ്റർ ഓക്കെ ഗൈസ്. നാളെ ഒരു മുട്ടടി ഉണ്ട്. ഗ്ലോ ഉണ്ടാവും ഗൈസ്. പോയില്ല. ഇവിടെ കുറെ നേരം നാട്ടിലൊക്കെ യൂസ്ഡ് ആയി. അപ്പൊ നമുക്ക് ബീഫ് വാങ്ങി നമുക്ക് എറണാകുളത്തോട്ട് പോകാം ഗൈസ്. ബൈ. ഈ ചേട്ടന്മാരാണ് നമുക്ക് എല്ലാം റെഡിയാക്കി തന്നത്. ഇതാ ചേട്ടന്റെ കൂട്ടുകാര്, ഇതാണ് ഓണർ കണ്ണട. നമ്മുടെ ബീഫൊക്കെ വെട്ടി നുറുക്കുകയാണ്. അയാൾ എന്താ കാണിക്കുന്നത്? പാവന്റെ അപ്പുറം അത് നോക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വൈദ്യചേട്ടനാണ് നമുക്ക് ഇതെല്ലാം റെഡിയാക്കി തന്നത്. ഇതാണ് ഓണർ കടയിലെ. ഓക്കെ ബൈ. താങ്ക് യു ചേട്ടാ. ആ ഇരിപ്പ് കണ്ട എനിക്ക് 2 സബ്സ്ക്രൈബേഴ്സിന് ഒപ്പിക്കുന്നൊക്കെ ഇരിപ്പാണ്. ഞാനങ്ങ് ഇല്ലാണ്ടായി പോയി. വയറ് നിറച്ച് കുട്ടിക്ക് അപ്പനാണ് അപ്പൻ പറഞ്ഞത്. ഇത് എന്റെ ഇപ്പൊ വരും. എത്ര കിലോ ഉണ്ട് ടോട്ടല്? 12 കിലോ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റും. ഈ കട ഫുള്ളും ഗ്രീഷ്മ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈസ്റ്റർ പറഞ്ഞ പോലെ പൊളിക്കണം. അറിഞ്ഞിരിക്കണേന്ന്. നമുക്ക് ഈസ്റ്റർ പൊളിക്കണ്ടേ? യെസ്. നാളെ ഗ്യാസ് പോയി. നാളെ നമുക്കപ്പോ പുതിയ ഹെയർ സ്റ്റൈലാണ്. അപ്പൊ നമുക്കിനി നമ്മ എറണാകുളത്തോട്ട് പോണേണ്. മകളിക്ക് ഞങ്ങളുടെ സ്ഥിരം പരിപാടിയായി വരുന്നുണ്ട്. ഏതോ എവിടെയോ മുരുകാമര കിട്ടിട്ട് മകളെ എവിടെ അടിയത്തെ വെട്ടണോ? അവിടുത്തെ വെട്ടിക്കോ. വിന്താലു വെക്കാനാണ് ഗൈസ്. അയ്യോ, കുറച്ചങ്ങ് ചീന്തി എടുക്കും. എല്ലാവരുടെ അല്ലേ, നമ്മുടെ അല്ലല്ല. ബാക്കിലാരോ അത് നിക്കണത്. ഞാൻ ഓടോട്ടെ. മതി ദൈവമേ, മതിയടി വാടി. ഞാൻ പോകോട്ടെ. ഇടി വാടി. ഒച്ചേക്കട പിള്ളേരുടെ. ഓക്കെ ഗൈസ്, അവള് വെട്ടട്ടെ. നമുക്ക് എസ്കേപ്പ് ഇടാം. അപ്പൊ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മ വീട്ടിലെത്തി. നാളത്തെ ഫുഡിന്റെ പ്രിപ്പറേഷനിലാണ്. കറന്റ് നമ്മൾ മാങ്ങ അരിഞ്ഞോണ്ടിരിക്കുക. നാളെ ഫാദർ കുറച്ച് മാങ്ങ തന്നു. അത് ഞങ്ങൾ അരിഞ്ഞോണ്ടിരിക്കുകയാണ് ഗൈസ്. അതെ നിർത്തടാ നിനക്കല്ലേ ചെയ്യട്ടെ. അപ്പൊ മാങ്ങയൊക്കെ നമ്മ
ഫുള്ള് മുറിച്ച് കഴിഞ്ഞ് ഇനി അച്ചാറിടാൻ പോണ ഇത്രയും വാങ്ങാം. ഞങ്ങൾ രണ്ടും കൂടി മുറിച്ച് കഴിഞ്ഞ് ഗായ്സ് ഇനി നമുക്ക് അച്ചാറിടാം. കമോൺ ലെറ്റ്സ് കുക്ക് വിത്ത് അല്ല അമ്മയാണ് കുക്ക് ചെയ്യുന്നത്. ഇവിടെ വിന്താലും പോർക്ക് വിന്താലും ബീഫ് വിന്താലും മീൻ വിന്താലും ഒക്കെ സോറി മീൻ കറി വറ്റിച്ചത് റെഡ് കളർക്ക്. അപ്പൊ അതൊക്കെ ഞാൻ കാട്ടിത്തരാം. ഇതൊക്കെ അമ്മയായിട്ട് ഉണ്ടാക്കുക. സ്റ്റൂവിനുള്ളത് വേവിക്കണേ, പിന്നെ അതും ചെയ്യണം. ഓക്കെ, നമുക്ക് നിങ്ങൾ കാണുമോ എൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ. ലെറ്റ്സ് ഗോ ടു കിച്ചൺ. നീ എടുത്തോണ്ട് വാ ചാറ്. ഇല്ലല്ലേ മതി. കായ വെള്ളം ഉപ്പിലെന്ത ബീഫും പുട്ടും ചീത്തകളായിട്ട് ഞാൻ അവളെ കൂടെ ഓടിച്ച് മരിച്ച സാമോ ബ്രെയിന് ഗുരുവണ്ട എവിടെ സമയമില്ല. സമയം ബ്ലൗസ് ഇട്ടുണ്ടിടുക. ഇവിടെ ഈസ്റ്റർ കുക്കിംഗ് അമ്മ വീഡിയോ എടുത്തോണ്ടിരിക്കാൻ. പിന്നില്ലേ കൂടി ഞാൻ കൂടാ. പിന്നെ ഒരു കാര്യം ഇത് ബീഫ് വീന്താലും വറ്റിച്ചത് കളർ കണ്ടോട്ടെ എന്റെ. ഓ മൈ ഗോഡ്, നാളെ ഇത് വെച്ചൊരു പിടി പിടിച്ച എന്റെ സ്റ്റാറെ പൊട്ടാക്കിയിരിക്കണം. ഇതാണ് ക്ലീൻ ചെയ്യാൻ പോവാണ് ഗൈസ്. യെസ് ഗൈസ്, നാളെ ഇതൊക്കെ നാളെ ആയാ മതി. ഉപ്പിൽ വെന്തത് ഇതിന് കറിയാണ് നമ്മളിപ്പോ ഫുഡ് കഴിച്ചോണ്ടിരിക്കണത്. അതില് പോർക്ക് പോർക്ക് അത് വേറൊന്നല്ല, അഴുക്കല്ല. അതിന്റെ എല്ലാവർക്കും അറിയാം. അയ്യോ, പിന്നെ മറ്റേത് പുളിശ്ശേരി കൈവെള്ളയല്ലേ. ഫ്രൈ നാളെക്കൊരു പൊടി. അതെ, എനിക്കൊരു പൊടിയല്ല. ഞങ്ങൾ പുട്ട് ഫിനിഷ് ചെയ്തിട്ട് വരാം ഗൈസ്. എന്തിനാണ് അങ്ങനെയാലും കൂടുതൽ വേപ്പല്ലേ? അത്ര മാങ്ങില്ലേ? നല്ല മണം തന്നെ ഉണ്ടല്ലോ ഇവിടുന്ന്. ഇവിടൊക്കെ തന്നെ ഇരിക്കും. എന്ത് പറഞ്ഞു ഈ സാഹസം കാണിക്കുന്നു. തെറിക്കൂടി ഹലോ ഗായ്സ്, നമ്മൾ സത്യത്തൊക്കെ എണിച്ച് വന്നിരിക്കുകയാണ്. അതെ ഗൈസ്, ചായ കുടിക്കാൻ കണ്ണു ചായ കുടിച്ചിട്ട് വീട്ടിൽ പോ. കിടന്ന് ഉറങ്ങുക ഗായ്സ്. രാവിലെ അടിച്ച് അപ്പൊക്കെ ഇതാണ് ഞങ്ങളുടെ നൈറ്റ് വൈബ് ഗായ്സ്. ഇതാണ് ഉറങ്ങണം.
എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ മരിച്ചു. ഓക്കെ ഗായ്സ്, ബൈ ബൈ ഗായ്സ്, ഗായ്സ്. ഓക്കെ ഗായ്സ്, ഗുഡ് മോർണിംഗ് ഗായ്സ്, ഹാപ്പി ഈസ്റ്റർ ടു ഓൾ. ഞങ്ങളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളൂ. ആക്ച്വലി നമ്മൾ ഉറങ്ങിയപ്പോൾ ലേറ്റ് ആയി ഗായ്സ്. അപ്പൊ നമ്മിപ്പോ അപ്പവും ബീസ്റ്റിയും കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അതെന്താണ് ഞാൻ പറയൂ, രണ്ടും കൂടി തലയാട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ തൊണ്ടങ്ങി. ഇനി നമുക്ക് അപ്പം കഴിച്ചിട്ടൊരു നല്ല റിച്ചായ സ്റ്റ്യൂ കറിയും അപ്പവും. ഇന്ന് ഫുള്ളും പുട്ടടിയാണ് ഗായ്സ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ പറ. ഹാപ്പി ഈസ്റ്റർ പറ. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. അമ്മ സ്പെഷ്യൽ കഴിച്ചിട്ട് കാണാം ഗൈസ്. ഉച്ചക്ക് ഇതൊക്കെ മേലെയുണ്ട്, കൊറേ ഫുഡ് ഉണ്ട്. ഹലോ ഗൈസ്, രാവിലത്തെ പുട്ടടി കഴിഞ്ഞ് നമ്മൾ വീണ്ടും പുട്ടടിക്കാൻ ഉച്ചക്കത്തെ നിങ്ങളെ പുട്ടടി മാത്രമേ ഞാൻ ഇന്ന് കാട്ടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഗൈസ്. ഇതെന്താ സലീംകുമാർ ലിസ്റ്റ് വെട്ടിക്കുളമാക്കിയതാ. അപ്പൊ നമുക്ക് ഇന്നലെ പ്രിപ്പയർ ചെയ്ത കറിയൊക്കെ കൂട്ടി ഫുഡ് അടിക്കാം. ഈസ്റ്റർ സ്പെഷ്യൽസ് ഐ വിൽ ഷോ യു. ഓക്കെ, കം വിത്ത് മീ. ഇതാണ് നമ്മുടെ അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽസ്. ഇന്നലെ ഇട്ട അച്ചാറ്, കായും ബീഫ് ഇട്ടത്, മീൻകറി പറ്റിച്ചത്, ചിക്കൻ ഫ്രൈ, പുളിശ്ശേരി, മാംഗോ പുളിശ്ശേരി, പോർക്ക്, ബിന്ദാലു, ബീഫ് ബിന്ദാലു, താറാവ്, ചോറ്. എന്താ ഐറ്റംസ് ഇതെല്ലാം ഒറ്റക്ക് ചെയ്ത ആരാണ്? പറയൂ ഗൈസ്, പറയടി. ഇതൊക്കെ ഒറ്റടിക്ക് ഉണ്ടാക്കി ക്രെഡിറ്റ് കൊടുക്കടി നമ്മക്ക്. സൂപ്പായമ്മി ഇതെല്ലാം നമ്മ മേടിച്ചിട്ട് വന്ന് നല്ല നെറ്റ് ഉണ്ടാക്കി ആര് അമ്മ പ്രവീണ. എല്ലാത്തിനും ആരാദ്യം ഉണ്ടല്ലേ? എല്ലാത്തിനും ഉണ്ട്. പിന്നെ കൂടുതൽ അമ്മയാണ് എല്ലാം ഉണ്ടാക്കിയത്. താങ്ക് യു മമ്മ. താങ്ക് യു. അതെന്നെ മുക്കിയതാണ്. അതിനെ എടുത്തു പറയുന്നത്. നമുക്ക് കഴിക്കാം.